Hi all, welcome to Actionite Learning Online Classes. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ സെക്ഷനാണ്, 3 സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആണ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എ ആൻഡ് ബി. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, ആദ്യം പാസേജ് വായിച്ചിട്ട് എ ബിക്ക് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഈ ന്യൂക്ലിയർ റിയാക്ഷൻസ്, ദ ന്യൂക്ലിയർ ഓഫ് റിയാക്റ്റൻസ് കമ്പൈൻ വിത്ത് ഈച്ച് അതർ ആൻഡ് ഫോം ന്യൂ എലമെൻറ്റ്. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ന്യൂക്ലിയർ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഫോം ഓഫ് ന്യൂ എലമെൻറ്റ്സ് ഉണ്ടാവും. And such reactions may also be initiated by protons, deuterons, neutrons or other light nuclei. അപ്പോൾ ആ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസിൽ എന്തൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യും? പ്രോട്ടോൺസ്, ന്യൂട്രോൺസും അതുപോലെ തന്നെ അതർ ലൈറ്റ് ന്യൂക്ലിയ ഒക്കെ ഉണ്ടാവും. And similar to chemical reaction, the nuclear reactions may be either exothermic or endothermic. താപമോചകം, താപകിരണം എന്നൊക്കെ പഠിച്ച് എൻഡോതെർമിക്കും എക്സോതെർമിക്കും താപം പുറത്ത് വിടുക, ആഗിരണം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കുമോ? സിമിലർ ടു കെമിക്കൽ റിയാക്ഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ന്യൂട്രോൺസ് ഓർ അതർ ന്യൂക്ലിയർ സിമിലർ ടു കെമിക്കൽ റിയാക്ഷൻ പോലെ തന്നെയായിരിക്കും ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഇങ്ങനെ കുറേ, അതായത് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, അതർ ലൈറ്റ് ന്യൂക്ലിയർ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എ ക്വസ്റ്റ്യൻ, എ പാർട്ട് എന്താ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടിക്കിൾ ഈസ് ദ ബെസ്റ്റ് പ്രൊജക്ടൈൽ ടു ട്രിഗർ എ ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. ഹീലിയം 42, ഇതെന്താടാ? H11 എന്ന് പറയുമ്പം പ്രോട്ടിയം, ഇത് ഡ്യൂട്ടീരിയം, ന്യൂട്രോണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പഠിച്ചിട്ടില്ലേ? H11, H12, H113, അതായത് എന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. അപ്പം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് ഈ രണ്ടെണ്ണം. പിന്നെ മുകളിൽ തന്നിരിക്കുന്നത് ഇത് ഹൈഡ്രജൻ്റെ 2 ഐസോട്ടോപ്പ്, ഇത് ഹീലിയം ആൻഡ് ദെൻ ഇത് ന്യൂട്രോൺ. അപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയർ റിയാക്ഷനിൽ ഏത് പാർട്ടിക്കിളായിരിക്കും, ഇത് തന്നിരിക്കുന്ന 4 പാർട്ടിക്കിളിൽ ഏത് പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും? അതായത് ന്യൂക്ലിയർ റിയാക്ഷനിൽ നമ്മൾ പ്രൊജക്റ്റൈൽ ചെയ്യലോ, ട്രിഗർ ചെയ്യും. ബെസ്റ്റ് പ്രൊജക്റ്റൈൽ ടു ട്രിഗർ ഏത് ആണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആൻസർ ഈസ് എന്തായിരിക്കും? ന്യൂട്രോൺ ആയിരിക്കും. N01 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എനർജി വാല്യൂസ് ഓഫ് ന്യൂട്രോൺ ക്യാൻ കോസ് fission chain reaction? യുറാനിയം 235-92 പഠിച്ചിട്ടില്ലേ? നമ്മൾ കോമൺലി ആണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷനിൽ പഠിക്കും. അപ്പോൾ അതിനകത്ത് ഫിഷൻ ചെയിൻ റിയാക്ഷൻ ആയിരുന്നു എന്തിൻ്റെ? യുറാനിയം 235-92 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? എത്ര എനർജി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ എന്തൊക്കെയുണ്ട്? ലെസ് ദാൻ 0.1 ഇലക്ട്രോൺ വോൾട്ട്, ഗ്രേറ്റർ ദാൻ 1.0 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ഗ്രേറ്റർ ദാൻ 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ദാൻ ഡി ലെസ് ദാൻ 7.0 ഇലക്ട്രോൺ വോൾട്ട് ബട്ട് ഗ്രേറ്റർ ദാൻ 1.0 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതിൽ ആൻസർ ഏതായിരിക്കും വരിക? നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനിൽ, അതായത് യുറാനിയം 235ൻ്റെ നമ്മൾ ഓരോ പാർട്ട് എഴുതില്ലേ? അപ്പോൾ അതിനകത്ത് ഓരോന്നിൻ്റെ എനർജി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന എനർജി എന്തായിരുന്നു? ലെസ് ദാൻ 0.1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു, എന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് എയും ബിയും ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ എയുടെ ആൻസർ വരുന്നത് ഡി ആണ്, ന്യൂട്രോൺ ആണ് വരിക. ബിയുടെ ആൻസർ എന്താണ്? ലെസ് ദാൻ 0.1 ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ ആണല്ലോ? എക്സ്പ്ലനേഷൻ മിസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് എയുടെ ആൻസർ ഡി ആണ്. എന്താ റീസൺ നോക്കാം കേട്ടോ. ന്യൂട്രോൺസ് ഹാവ് നോ ചാർജ്, സോ ദേ കൻ ഈസിലി പെനിട്രേറ്റ് ദ ന്യൂക്ലിയസ് വിത്തൗട്ട് ബീങ് റിപ്പൽഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് മേക്കിംഗ് ദം ടു ബെസ്റ്റ് പ്രൊജക്റ്റൈൽ. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷനിൽ ബെസ്റ്റ് പ്രൊജക്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രിഗർ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ന്യൂട്രോൺസ് ആണ്, കാരണം ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? ന്യൂക്ലിയസിനകത്ത് ഈസിലി പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ബീയിങ്, അതായത് ഓപ്പോസിറ്റ്ലി എന്ത് ചെയ്തും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും, അത് റിപ്പൽ ചെയ്യും. എന്ത് കാരണം? ഈ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. ആൻഡ് മേക്കിംഗ് ദം ദ ബെസ്റ്റ് പ്രൊജക്റ്റൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാടാ? ന്യൂട്രോൺസ് ആയിരിക്കും കേട്ടോ.
ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ്റെ നമ്മൾ പറഞ്ഞു <0.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. റീസൺ നോക്കുക. അണ്ടർഗോ ഫിഷൻ ദ മോസ്റ്റ് എഫക്റ്റീവ്ലി ഇൻ തെർമൽ ന്യൂട്രോൺസ്, സ്ലോ ന്യൂട്രോൺസ്. അപ്പോൾ അതിൻ്റെ എനർജി എന്തായിരിക്കും? <0.1 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. A question എന്താണ്? In a stationary wave the distance between two successive nodes and antinodes is എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേഷനറി വേവ്സ് പഠിച്ചല്ലേ? സ്റ്റേഷനറി വേവ്സിൽ 2 സക്സസീവ് നോഡ്സും ആൻറ്റിനോഡ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മോട് ചോദിച്ചത്. ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതാണ് ഈ ക്വസ്റ്റ്യൻ. ബി സോളാർ സിസ്റ്റംസ് യൂസ് ഡാഷ് വേവ്സ് ഓഫ് ദെയർ ഓപ്പറേഷൻ. സോളാർ വേവ്സിൽ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഏത് വേവ്സ് ആണ് യൂസ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ ദ ആൻസർ ഈസ് നോക്കുക. 20ാമത്തെ എ ക്വസ്റ്റ്യൻ. ഇൻ എ സ്റ്റേഷനറി വേവ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് നോഡ്സ് ആൻഡ് ആൻറ്റിനോഡ്സ് ഈസ് ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത് ഓർ λ/2. ഡാഷിൽ തന്നത് ഡാഷിനകത്ത് നമ്മൾ എന്ത് എഴുതുക? ആൻറ്റിനോഡ്സ് ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത് അല്ലെങ്കിൽ λ/2 എന്ന് കൊടുക്കുക. ഇപ്പോൾ സ്റ്റേഷനറി വേവ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് നോഡ്സ് ആൻഡ് ആൻറ്റിനോഡ്സ് എന്തായിരിക്കും? λ/2 ആയിരിക്കും. ഇനി നമ്മൾ സോളാർ സിസ്റ്റം നോക്കാം കേട്ടോ. സോളാർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് വേവ് ആയിരിക്കും? അതിൻ്റെ ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ് ആയിരിക്കും കേട്ടോ. ഏതാണ്? അൾട്രാസോണിക് വേവ്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുക. സ്റ്റേഷനറി വേവ്സിലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് നോഡ്സ് ആൻഡ് ആൻറ്റിനോഡ്സ് ഈസ് λ/2 ആൻഡ് സോളാർ സിസ്റ്റംസ് യൂസ് അൾട്രാസോണിക് വേവ്സ് ഫോർ ദെയർ ഓപ്പറേഷൻ. അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യുക, λ/2. ക്ലിയർ ആണല്ലോ? ഓക്കെ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ട്. 21ാമത്തത്. മാച്ച് എ വിത്ത് എൻ കറക്റ്റ് ഓപ്ഷൻ ഓഫ് കോളം 2. കോളം 2 തന്നിട്ടുണ്ട്, കോളം 1ഉം തന്നിട്ടുണ്ട്. അപ്പോൾ കോളം 1ൽ ഇതാ ഇങ്ങനെ ഒരു പിക്ചറാണ്, കോളം 2ൽ ഇതാ ഇങ്ങനെ ഒരു പിക്ചറാണ്. അത് നമ്മളോട് ചോദിച്ചത് ഇന്നെടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. സോ ഇതിനകത്ത് എ ബി 2 നോഡുണ്ട്. 6 റെസിസ്റ്റൻസ് 6 ADCB നോട്ട്സ് അല്ലേ, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? വീസ്റ്റോൺ ബ്രിഡ്ജ് കേട്ടോ. ഇതായിരിക്കും ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ്. ഇതിൻ്റെ ആൻസർ ഈസ് എയുടെ ആൻസർ 3 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ വരിക സീരീസ് കോമ്പിനേഷൻ കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് 21ാമത്തത്. മാച്ച് ദ ഫോളോയിങ് ആണ് കോളം 1 and 2. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ താഴെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ നേരത്തെ തന്നതുപോലെ എന്താണ്? ഒരു fill in the blanks കേട്ടോ. In a purely capacitive circuit the current leads the voltage in phase by an angle dash എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. അപ്പോൾ അവിടെ കറണ്ട് കണ്ടുണ്ടാകുന്ന വോൾട്ടേജ് ഫേസ് ഇൻ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചത്. ബി ക്വസ്റ്റ്യൻ. ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആവറേജ് പവർ ഈസ് ഡിസിപ്പാറ്റഡ് ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചത്. രണ്ടും സെയിം എന്നാണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരും, നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ. അപ്പോൾ എന്താണ്? ഇൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൽ കറണ്ട് എന്താവും? ഷിഫ്റ്റ് ആവും. അതായത് വോൾട്ടേജ് ഫേസ് ബൈ ആൻ ആംഗിൾ എത്രയാവും എന്നാണ് നമ്മളോട് ചോദിച്ചത്. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ഇൻ ഫേസ് ബൈ ആൻ ആംഗിൾ ഈസ് എത്രയായിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? 90 ഡിഗ്രിയാണ് കേട്ടോ. 90 ഡിഗ്രി ആയിരിക്കും വരിക ഫേസ് ആംഗിൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ദ ആവറേജ് പവർ ഈസ് ഡിസിപ്പാറ്റഡ് ഈസ് ഈക്വൽ ടു 0.
അപ്പോൾ എയുടെ ആൻസർ 22ാമത്തെ എയുടെ ആൻസർ 90 ഡിഗ്രി, ബിയുടെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ താഴെ തന്നിട്ടുണ്ട് മിസ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ കോളം 1ഉം കോളം 2 തന്നിട്ടുണ്ട്. കോളം 1ൽ ഫോർമേഷൻ ഓഫ് റെയിൻബോ, പിന്നെ ബ്ലൂ കളർ ഓഫ് സ്കൈ, ഇതൊക്കെ പഠിച്ചതാണ് നമ്മൾ. സ്കാറ്ററിങ്, ഡിസ്പേർഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ഒക്കെ പഠിച്ചതല്ലേ. ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, സ്കാറ്ററിങ്, ഡിസ്പേർഷൻ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഫോർമേഷൻ ഓഫ് റെയിൻബോ? റെയിൻബോ ഫോം ചെയ്യാൻ കാരണം എന്താണ്? സ്കാറ്ററിങ് ആണോ, ഡിഫ്രാക്ഷൻ ആണോ, ഇൻ്റർഫറൻസ് ആണോ, ഡിസ്പേർഷൻ ആണോ? സോ ദ ആൻസർ ഈസ് എന്താണ്? ഡിസ്പേർഷൻ അല്ലേ വരിക. ഫോർമേഷൻ ഓഫ് റെയിൻബോ ഫോം ചെയ്യാൻ കാരണം എന്താണ്? ഡിസ്പേർഷൻ കാരണമാണ് റെയിൻബോ. ഡിസ്പേർഷൻ അല്ലേ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്സ് ഉണ്ടാക്കുന്ന വെബ്ജിയോർ. അപ്പോൾ ഫോർമേഷൻ ഓഫ് റെയിൻബോയ്ക്ക് കാരണം ആരാണ്? ഡിസ്പേർഷൻ. അപ്പോൾ ഇങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ്. ആൻഡ് ബ്ലൂ കളർ ഓഫ് സ്കൈക്കാണ് ബ്ലൂ കളർ ഉണ്ടാക്കുന്നത്. ബ്ലൂ കളർ ഓഫ് സ്കൈ അതുപോലെ നമ്മൾ എന്തൊക്കെ പഠിച്ച്? റെഡ് സണ്ണിൻ്റെ കേസിൽ. അപ്പോൾ അതിൽ വരുന്ന സ്കാറ്ററിങ് ആണ് കേട്ടോ. സ്കാറ്ററിങ് കാരണമാണ് നമ്മളുടെ സ്കൈക്ക് ബ്ലൂ കളർ കിട്ടാൻ കാരണം. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഫോർമേഷൻ ഓഫ് റെയിൻബോ? ഡിസ്പേർഷൻ, ബ്ലൂ കളർ ഓഫ് സ്കൈ, സ്കാറ്ററിങ് കേട്ടോ. അപ്പോൾ അതാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഉണ്ട്. ഇനി നമുക്ക് 24 നോക്കാം. ഓക്കെ, 24 നമ്മളോട് ട്രൂ ഓർ ഫാൾസ് പറയാനാണ് പറഞ്ഞത്. ആൻഡ് റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫാൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് നമ്മളോട്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് താഴെ. ഒന്നാമത്തെ, സൂപ്പർ പൊസിഷൻ ഓഫ് 2 ലൈറ്റ് വേവ്സ് കമ്മിങ് ഫ്രം 2 coherent sources produce a fringe pattern in which the central maxima is twice the width of all other maxima. ശരിയാണോ തെറ്റാണോ? ശരിയാണോടാ. സൂപ്പർ പൊസിഷൻ ഓഫ് 2 ലൈറ്റ് വേവ്സ് കമ്മിങ് ഫ്രം 2 coherent sources produced a fringe pattern in the central maxima is twice the width of the other maxima ആണോ? തെറ്റല്ലേ. ഇതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് ഫാൾസ് ആണ്. ഇനി ബി നോക്കാം. ഹൈഗൻസ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ? ഹൈഗൻ പ്രിൻസിപ്പിളിൽ ഹൈഗൻ വേവ്സ് തിയറി എക്സ്പ്ലെയിൻസ് ദ വേരിയസ് ഒപ്റ്റിക്കൽ ഫിനോമിന ഇൻ ടേംസ് ഓഫ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഹൈഗൻ പ്രിൻസിപ്പിളാണ് എന്ത്? ഹൈഗൺ അല്ലേ നമ്മളെ വേവ് ഫ്രണ്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഹൈഗൻസ് വേവ് തിയറി ഈസ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഒപ്റ്റിക്കൽ ഫിനോമിന ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ട്രൂ, ഇത് ഫാൾസ് ആയിരിക്കും വരിക കേട്ടോ. അതാണ് തന്നത്. നോക്ക്, ഇന്ന ഡബിൾ സ്ലിറ്റ് എന്നാണ് ഫാൾസ് വരുന്നത്. കാരണം ഇന്ന ഡബിൾ സ്ലിറ്റ് ഇൻഡിഫറൻസ് പാറ്റേൺ ദ സെൻട്രൽ മാക്സിമ ഈസ് ദ സെയിം വിഡ്ത്ത് ആസ് ദെയർ അതർ മാക്സിമ ഈസ് നോട്ട് ട്വൈസ്. ഡബിൾ ആവില്ല. ഓക്കെ, ഡബിൾ ആവില്ല, അത് തെറ്റാണ്. ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തേത് എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വേവ് ലെങ്ത് ഉണ്ടാക്കും ഹൈഗൻ വേവ് തിയറി കേട്ടോ. അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മളോട് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചത്. ഇതിനൊക്കെ 2 മാർക്കാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ബാൽമർ സീരീസ് തന്നിട്ടുണ്ട്, പാസ്കിൻ സീരീസ് തന്നിട്ടുണ്ട്. ഓക്കെ, ബാൽമർ സീരീസും പാസ്കിൻ സീരീസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കോളം 2 ആൻഡ് കോളം 2ൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബാൽമർ സീരീസ് അതുപോലെ പാസ്കിൻ സീരീസ്. മറ്റേത് രണ്ടും ലൈമാൻ ആൻഡ് ബ്രാക്കറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ബാൽമർ സീരീസ് വരുന്നത് ഏതാണ്? ഇത് ബാൽമർ സീരീസിൻ്റെ ബാൽമർ സീരീസ് വരുന്നതാ. ഇതാണ് ബാൽമർ സീരീസിൻ്റെ കറക്റ്റ്. ആൻഡ് പാസ്കിൻ സീരീസ് വരുന്ന ഏതായിരിക്കും? ഇതായിരിക്കും കേട്ടോ. ഇത് ലൈമാൻ സീരീസ്, ഇത് ബ്രാക്കറ്റ് സീരീസ്. ഓക്കെ, പഠിക്കുക. നമ്മൾ പഠിക്കുന്നില്ലേ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലൈമാൻ, ബാമർ, ബ്രാക്കറ്റ്, ഫണ്ട്, പാസ്കൻ ഒക്കെ. അപ്പം അതിൻ്റെ
അതിനകത്ത് നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് അടുത്ത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നേരത്തെ ചോദിച്ച പോലെ ട്രൂ ഓർ ഫാൾസ് ആണ്. ദ ഡീകേ റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഡീകേ റേറ്റ്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഡീകേ റേറ്റിൻ്റെ സമയത്ത് ഡീകേ റേറ്റിൽ എന്താണ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് കൂടും വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ആൻഡ് യൂസിങ് ടെക്നിക്സ് ഓഫ് ആർട്ടിഫിഷ്യൽ radioactivity, it is now theoretically variable to convert iron into gold. രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺസെപ്റ്റ് വരുന്ന റേഡിയോ ആക്റ്റീവ് ആ പാർട്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക. ഒന്നാമത്തെ ഫാൾസ് ആയിരിക്കും, രണ്ടാമത്തെ ട്രൂ ആയിരിക്കും. ആൻഡ് ദ ഡീകേ റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഈസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ആ ഡിഗ്രീസ് ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ യൂസിങ് ടെക്നീഷ്യൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി, ഇറ്റ് ഈസ് നൗ തിയററ്റിക്കലി വാല്യുബിൾ ടു കൺവേർട്ട് ഇൻ ടു അയൺ ഇൻ ടു ഗോൾഡ്. അതെന്താണ്? ട്രൂ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 27ാമത്തേത് എന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ്. കോളം 1 ആൻഡ് കോളം 2. കോളം 1 അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഓൺ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ പഠിച്ചല്ലേ? ഏതിനകത്താണ്? ഹീറ്റിൻ്റെ ഒക്കെ കേസിൽ, ഹീറ്റ് എൻജിൻ, കാർനോട്ട് എൻജിനൊക്കെ. അപ്പം അതിനകത്ത് കെൽവിൻ സ്കെയിൽ ഏതാ വരിക? അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഓൺ കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആണ് കേട്ടോ. ആൻഡ് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ഓൺ കെൽവിൻ സ്കെയിൽ എന്തിനെ മാച്ച് ദ ഫോളോ ആയിരിക്കും? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് എൻ ഐഡിയൽ ഹീറ്റ് എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഹൈസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. നമ്മുടെ ഒരു ഐഡിയൽ ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. വാല്യൂ വരുന്നത് 26.9% ആയിരിക്കും കേട്ടോ. അപ്പോൾ 27ാമത്തെ ക്ലിയർ ആണല്ലോ? ആൻസർ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് കെൽവിൻ സ്കെയിലിൻ്റെ വരുന്നത് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ആൻഡ് എഫിഷ്യൻസി ഓഫ് ഐഡിയൽ ഹീറ്റ് എൻജിൻ, ഹൈസ് പോയിന്റ് ടു സ്റ്റീം പോയിൻറ്റിൻ്റെ വർക്കിംഗ് ബിറ്റ്വീൻ വരുന്നത് 26.9%. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് സെക്ഷൻ എയിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 28ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് പഠിച്ചിട്ടില്ലേ? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, if the separation between the slits is tripled and the fringe width will become dash times of the initial value എന്നാണ് ചോദിച്ചത്. അത് എന്തായാലും നമ്മൾ, അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ എന്താണ്? ട്രിപ്പിൾഡ് ആകുമ്പം ഫ്രിഞ്ച് വിഡ്ത്ത് എന്തായിരിക്കും? ഫ്രിഞ്ച് വിഡ്ത്തിന് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ബീറ്റ വെച്ചിട്ടല്ലേ. ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? ഡബിൾ ആവോ അല്ലെങ്കിൽ ട്രിപ്പിൾ ആവോ എന്നാണ് നമ്മോട് ചോദിച്ചത്. ഡാഷ് തന്നിട്ട് നമുക്ക് ചെയ്യാം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക്. ഇനി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വെൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്, ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ആൻഡ് യൂസ്ഡ് 99 ഫ്രിഞ്ചസ് ആർ സീൻ. അപ്പോൾ ആ സെയിം ഫേസിൽ തന്നെ അടുത്ത നമ്പർ ഓഫ് വേവ് ലെങ്ത് തന്നത് 5500 ആൻസ്ട്രം ആണ്. ഇനി അതിൻ്റെ എന്ത് കാണണം? നമ്മൾ ഫ്രിഞ്ചസ് കാണണം. മനസ്സിലായോ? അതായത് 28ാമത്തെ 2 യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തത് നമുക്കൊരു എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും ട്രിപ്പിൾ ആയിരിക്കും എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്ക്. അതിൻ്റെ ആൻസർ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് താഴെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇൻ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഈസ് ട്രിപ്പിൾ ആവുമ്പം ആൻഡ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കം 1/3 ടൈംസ് ഓഫ് ഇനീഷ്യൽ വാല്യൂ. എന്തായിരിക്കും മക്കളെ? 1/3 ആവും. എക്സ്പ്ലനേഷൻ എന്താ താഴെ നോക്കൂട്ടോ. ഫ്രിഞ്ച് വിഡ്ത്ത് യങ്സ് ഡബിൾ സ്ലിറ്റിൻ്റെ സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ട്രിപ്പിൾ ആകുമ്പോൾ അതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്തായിരിക്കും മാറ്റം സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. ഫ്രിഞ്ച് വിഡ്ത്തിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ബീറ്റ വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്യുക. ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ബീറ്റ. അപ്പോൾ നമുക്ക് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് യങ്സ് ഡബിൾ സ്ലിറ്റിൽ. ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി
ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആണ്. സോ ഡി ഈസ് ദ സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ ആണ്. ഇത് സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ. ഇത് രണ്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ലേ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ ബീറ്റ ഫ്രിഞ്ച് എടുത്ത് ലാംഡ ഡി ബൈ ഡി ആണ്. ഡി സ്ലിറ്റ് സെപ്പറേഷൻ. അപ്പോൾ ഡി ആണ് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിപ്പ് എന്താണ് ട്രിപ്പിൾ ആവാണ്. ഡി എന്താണ് അവിടെ 3D ആയിട്ടാണ് മാറുന്നത്. നോക്ക് ഡി ബിക്കം 3D. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ ബീറ്റ നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് കാണേണ്ടത് അല്ലേ. അപ്പം ലാംഡ ഡി ഡിവൈഡഡ് ബൈ എന്താണ് ഡിസ്റ്റൻസ് അവിടെ എന്താണ് 3D ആയിട്ട് മാറും. 3D ആയിട്ട് മാറി. ഓക്കെ 3D ആയിട്ട് മാറി. അപ്പോൾ ഇതെന്താണ് എന്താ ബീറ്റ അല്ലേ. അപ്പം ഇതിന് നമ്മൾ ബീറ്റ പ്രൈം എന്ന് കൊടുക്കുക. ബീറ്റ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ് ബീറ്റ ബൈ ഡി ആണ്. ബീറ്റ ബൈ 3 ആണ്. ഓക്കെ ക്ലിയർ ആണോ? എടാ നമ്മോട് ചോദിച്ചത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് സെപ്പറേഷൻ, അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ്. ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ. അത് എന്തായി എന്നാണ് പറഞ്ഞത് 3D ആയിട്ട് മാറി. 3D ആയിട്ട് മാറി. ബീറ്റ ഡാഷ് എന്ന് കൊടുത്തു. ഇനി നമ്മളോട് പുതിയതുണ്ടാവുന്ന ഫ്രിഞ്ച് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതെന്താണ് ബീറ്റ ആണ്. അപ്പോൾ ബീറ്റ ബൈ ബീറ്റ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ബീറ്റ ബൈ 3 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് 1/3 ടൈംസ് ഓഫ് ഇനീഷ്യൽ വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ ഡാഷ് എന്താണ് 1/3 ടൈംസ് കേട്ടോ. ഓക്കെ ഇനി അടുത്ത് എന്താണ് പ്രോബ്ലം ആയിരുന്നു പറഞ്ഞല്ലേ. അതായത് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഫ്രിഞ്ചസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് n ആണ് നമ്പർ ഓഫ് ഫ്രിഞ്ചസ്. അതുപോലെ തന്നെ പിന്നെ എന്താ വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ 2 വേവ് ലെങ്ത്ത് തന്നിട്ടുണ്ട്. N2 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അതായത് N1 തന്നിട്ടുണ്ട് എത്രയാ 99. ലാംഡ അതുപോലെ ലാംഡ 1 തന്നിട്ടുണ്ട് എത്ര 6000 തന്നിട്ടുണ്ട്. അതുപോലെ ലാംഡ 2 തന്നിട്ടുണ്ട്. ലാംഡ 2 എന്താണ് 5500 തന്നിട്ടുണ്ട്. ലാംഡ ആസ്ട്രോ ആണ് കേട്ടോ. രണ്ടും ആസ്ട്രോ ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ് N2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. N2 ആണ് നമ്മൾ കണ്ടെത്തുന്നത്. N2 കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ എത്രയാണ് ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് n എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് നമ്പർ ഓഫ് സ്ലിറ്റ് n ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ ആണ്. ഓക്കെ 1/λ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും വരിക n2 ഡിവൈഡഡ് ബൈ n1 ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ്. n2 ഡിവൈഡഡ് ബൈ n1 ഇസ് ഈക്വൽ ടു λ1 ഡിവൈഡഡ് ബൈ λ2. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് n2 ആണ് കാണേണ്ടത്. n1 തന്നിട്ടുണ്ട്, λ1 തന്നിട്ടുണ്ട്, λ2 തന്നിട്ടുണ്ട്. അപ്പോൾ n2 എന്ന് പറഞ്ഞാൽ n2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിന്ന് എങ്ങനെയാണ് നമ്മൾ n2 കാണാം? n2 ഇസ് ഈക്വൽ ടു n1 ഇൻറ്റു λ1 ഡിവൈഡഡ് ബൈ λ2. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതാണ് ഇവിടെ തന്നത്. ക്ലിയർ ആണോ? താഴെ തന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പം ഇതെന്തായിട്ട് മാറും? വെട്ടിപ്പോയി 0 60 55 12 11. അപ്പം ഇങ്ങനെ കിട്ടും. അതായത് 99 ഇൻറ്റു 12/11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഈസ് 108 ആണ് കേട്ടോ കിട്ടുക. 108 ആണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ n2 ഒരു ഫ്രിഞ്ച് തന്നിട്ടുണ്ട്. അടുത്ത ഫ്രിഞ്ച് കാണാനും വേവ് ലെങ്ത്ത് 2 തന്നിട്ടുണ്ട്. ഫ്രിഞ്ച് കാണാൻ അടുത്ത ഫ്രിഞ്ച് n2 കാണാനുള്ള ഇക്വേഷൻ എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. n2/n1 ഇസ് ഈക്വൽ ടു λ1/λ2. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ. അപ്പോൾ ഇതോടുകൂടി ഈ സെക്ഷനോട് കൂടി നമ്മുടെ സെക്ഷനെ കഴിഞ്ഞു കേട്ടോ. സെക്ഷനെ എന്തായിരുന്നു 1 തൊട്ട് 16 വരെ MCQ ആണ്. പിന്നെ 17 തൊട്ടിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ 28 വരെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്ഷൻ എ ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്ഷൻ ബി തൊട്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഓക്കെ മക്കളെ, താങ്ക് യു.